വെൽക്കം. എന്താടാ ഇവൻ പെട്ടെന്ന് മൂവി റിവ്യൂ ഇട്ടു എന്ന് വിചാരിക്കണ്ട. ഇതൊരു ആനിമി മൂവി ആയതുകൊണ്ടാണ്. കാരണം കേരളത്തിൽ നമ്മുടെ ഇവിടെ ഈ ഒരു ആനിമിക്ക് ഇത്രയും ഓപ്പണിങ്സ് കിട്ടുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇതിന് മുമ്പൊരു മൂവിയൊക്കെ ഇറങ്ങിയപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വേറെ ഡിസ്ട്രിക്റ്റിൽ തമിഴ്നാട്ടിലൊക്കെ പോയിട്ടാണ് കണ്ടത്. അവിടെ ഐമാക്സിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത്രയും ഓപ്പണിങ്സ് നമ്മുടെ ഏരിയയിൽ തന്നെ ഒരു 4-5 തിയേറ്ററിൽ ഇത് അവൈലബിൾ ആണ്. അതും ഫുൾ ബുക്കിംഗ്. അടിപൊളി. അതേ സമയത്ത് ഈ വീഡിയോ കാണുന്ന ആനിമി ഇതുവരെ കാണാത്ത ആൾക്കാരും ഉണ്ടാകും. നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടാകും ഡീമൺ സ്ലെയർ കാണുക പറഞ്ഞിട്ട്. അങ്ങനെ പെട്ടെന്ന് ഈ ഒരു ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ പോയി നിങ്ങൾക്ക് കണ്ടാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടണം എന്നില്ല. അതിന് കാരണം ഇതൊരു ആനിമി സീരീസിൻ്റെ കണ്ടിന്യൂഷനായി വരുന്നൊരു മൂവിയാണ്. ആ ക്യാരക്ടറായിട്ടൊരു കണക്ഷൻ വന്ന ഇത് നിങ്ങൾക്ക് ഈ ഒരു മൂവി ഈ വർഷം ഇറങ്ങിയതിൽ ഏറ്റവും ബെസ്റ്റ് മൂവി ആയിട്ട് നിങ്ങളുടെ ഒരു ലിസ്റ്റിൽ കിടക്കും. അത് ഞാൻ ഉറപ്പ് പറയാം. ആനിമി കാണാത്തവർ ഒരു 63 എപ്പിസോഡ് ഉണ്ട്. അത് കണ്ടതിന് ശേഷം ഇത് പോയി കാണുക. അപ്പോൾ നേരെ ഈ ഒരു മൂവിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ പല റിവ്യൂവേഴ്സിൻ്റെയും മൂവി റിവ്യൂസ് കാണും. അവർ ടെക്നിക്കൽ സൈഡൊക്കെ പറയും. നമുക്കങ്ങനെ പറയാൻ അറിയില്ല. പടം എങ്ങനെയുണ്ട് ചോദിച്ചാൽ കിടില. ഒരു രക്ഷയില്ല. ഇനി നിങ്ങൾ കുറച്ചും കൂടെ ഹൈപ്പ് വരുത്തണമെങ്കിൽ ഞാൻ പറയാം 10 ദിവസം കൊണ്ട് 5000 കോടി കളക്ട് ചെയ്തൊരു ആനിമി മൂവിയാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട്? മാർവൽ, DC, അവതാറോ അങ്ങനെയൊന്നുമല്ല. ഇതൊരു ജാപ്പനീസ് ആനിമിയാണ്. ഇപ്പോഴും കാർട്ടൂണ് കുട്ടികൾക്ക് കാണാനുള്ളതാണ് പറഞ്ഞിട്ട് ആരും വിചാരിക്കണ്ട. കാരണം അമ്മാതിരി സ്റ്റോറി ലൈനും അമ്മാതിരി ഫൈറ്റ് സീക്വൻസും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം നമ്മൾ ഒരു ഫുൾ ഫ്ലഡ്ജ് ആയിട്ടൊരു മൂവി. കാരണം ഇതിലെ ഓരോ ക്യാരക്ടറിനും അതിനനുസരിച്ചിട്ടുള്ള ഇൻട്രോ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൊടുത്തിട്ടുണ്ട്. അവരുടെ ആ ഒരു ഹൈപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു സ്റ്റോറി പോകുന്നത്. ഒരു ക്യാരക്ടറിൻ്റെ ബാക്ക് സ്റ്റോറി വരും. പക്ഷെ ആ ബാക്ക് സ്റ്റോറി നമ്മളെ കുറച്ച് എമോഷണൽ ആക്കിയിട്ട് പോകും. കുറച്ച് പേർക്ക് ലാഗ് തോന്നും, പക്ഷെ കുറച്ച് പേർക്ക് നല്ല ടച്ചാവും. ഞാൻ സൈഡൊക്കെ നോക്കുമ്പോൾ കണ്ണിക്കൂടെ വെള്ളമൊക്കെ വരുന്നുണ്ടായിരുന്നു ആൾക്കാരുടെ. വൻ മൾട്ടി സ്റ്റാർ മൂവിക്കൊക്കെ നമ്മൾ പോകുമ്പോൾ ഓരോ ആൾക്കാർ വരുമ്പോഴും ഇരുന്ന് ക്ലാപ്പ് അടിക്കും, മറ്റേ പേപ്പറൊക്കെ തൂക്കി എറിയും. അതേ സംഭവം ഇതിൽ ഓരോ ക്യാരക്ടേഴ്സിനും ഉണ്ടായിരുന്നു പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതുകൊണ്ട് നല്ല തിരക്കുള്ള ചുമ്മാ ഇതേതോ പടം പറഞ്ഞിട്ട് വരാത്ത തിയേറ്ററിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ഇതിന് നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ഡീമൺ സ്ലെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതൊരു ആനിമി എടുത്താലും ഇതിൻ്റെ ഒരു വിഷ്വൽ ആനിമേഷനെ മാച്ച് ചെയ്യാൻ പറ്റുന്ന വേറൊരു ആനിമി ഇല്ല, അങ്ങനെ പറയാം. അതുകൊണ്ട് തന്നെ ഇത്ര കാലം ഫോണിലും ലാപ്ടോപ്പിലും ഒക്കെ കണ്ടിട്ടുള്ളവർ മസ്റ്റ് വാച്ചാണ്. തിയേറ്ററിൽ തന്നെ പോയി കാണണം. പറ്റുകയാണെങ്കിൽ ഐമാക്സ്. കൂടുതൽ പറയാനൊന്നുമില്ല. പടം കിടിലായിരുന്നു. മേ ബി സെക്കൻഡ് ടൈം കൂടെ ഒന്ന് പോകണം എന്നുണ്ട്. സെക്കൻഡ് ടൈം ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ചുമ്മാ ഒന്ന് നോക്കിയപ്പോൾ ടിക്കറ്റ് എല്ലാവരുടെയും ഹൗസ്ഫുള്ളായി. അടുത്തെവിടെയും ഇല്ല. നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ അതും കമൻറ്റിൽ പറയാം. അപ്പോൾ എല്ലാവർക്കും ബൈ.